ഹലോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാഫ് ആർഡർ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ കോമ്പിനേഷണൽ സർക്യൂട്ട്സിൻ്റെ ബേസിക് ആർഡേഴ്സിൽ വരുന്ന രണ്ടാമത്തെ ആർഡറാണ് ഫുൾ ആർഡർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫുൾ ആർഡേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട് ദാറ്റ് ക്യാൻ ആഡ് 2 ബൈനറി ഡിജിറ്റ്സ് ആൻഡ് എ ക്യാരി ബിറ്റ് ആൻഡ് പ്രൊഡ്യൂസസ് എ സം ബിറ്റ് ആൻഡ് എ ക്യാരി ബിറ്റ് എസ് ഔട്ട്പുട്ട് ആസ് ഔട്ട്പുട്ട് ഈസ് നോൺ ആസ് എ ഫുൾ ആർഡർ. സോ ഫുൾ ആർഡറിനെ സംബന്ധിച്ച് ഇവിടെ 3 ഇൻപുട്സ് ആണ് വരുന്നത്. എ ബി എന്ന് പറയുന്നതും ക്യാരി ഇൻ എന്ന് പറയുന്ന 3 ബിറ്റ്സ് ആണ് അവിടെ ഇൻപുട്ടായിട്ട് വരുന്നത്. ഔട്ട്പുട്ട് ഈസ് സം ആൻഡ് ക്യാരി ഔട്ട്. സി ഔട്ട് ആൻഡ് എസ് ആണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഇനി ഫുൾ ആർഡറിൻ്റെ ട്രൂത്ത് ടേബിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ 3 ബിറ്റ്സ് ആണ് ഇൻപുട്ടായിട്ട് വരുന്നത്, എ ബി സി എൻ. അപ്പോൾ കോമ്പിനേഷൻ എഴുതാൻ നിങ്ങൾക്ക് അറിയാലോ, 0 0 0 0 0 1 തുടങ്ങി 1 1 വരെയാണ് ഇൻപുട്ടായിട്ട് വരുന്നത്. ഇനി അതിൻ്റെ സബ്മിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ക്യാരി ഔട്ട്, സി ഔട്ട്. ഇതാണ് ഫുൾ ആർഡറിൻ്റെ ട്രൂത്ത് ടേബിൾ. അടുത്തതായിട്ട് ഈ ട്രൂത്ത് ടേബിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സമ്മിൻ്റെയും അതുപോലെ തന്നെ ക്യാരിയുടെയും എന്ത് ചെയ്യാം, എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഫുൾ ആർഡറിൻ്റെ ട്രൂത്ത് ടേബിൾ. നമുക്കറിയാം എ എക്സ് ഓർ ബി ഈക്വൽ ടു എ ബാർ ബി പ്ലസ് എ ബി ബാർ. ഇനി നമുക്ക് ആദ്യം തന്നെ സമ്മിൻ്റെ ഡിറൈവ് ചെയ്യേണ്ടത്. സോ ആദ്യം തന്നെ സം എന്ന് പറയുന്ന കോളത്തിൽ 1 വരുന്ന കേസ് ഏതൊക്കെയാണോ അതിൻ്റെ എല്ലാം എക്സ്പ്രഷൻ എടുത്തെഴുതുക. സോ ഫസ്റ്റ് 1 വരുന്നത് ഇവിടെയാണ്, അതായത് 0 0 1. 0 0 1ന് നമ്മൾ എസ് ഒ പിയുടെ ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, എ ബാർ ബി ബാർ സി. അടുത്തത് ഇവിടെയാണ് 1 വരുന്നത്, ദാറ്റ് ഈസ് 0 1 0, അതായത് എ ബാർ ബി സി ബാർ. തൊട്ടടുത്തത് ഇവിടെയാണ്, അതായത് എ ബി ബാർ സി ബാർ. 1 0 0 എന്താണ്, എ ബി ബാർ സി ബാർ. അടുത്തതായിട്ട് ലാസ്റ്റ് 1 ആണ് വരുന്നത്, അതായത് 1 1 1, അതായത് എ ബി സി. സോ എസ് ഒ പിയുടെ ഫോമിൽ എഴുതുമ്പോൾ എ ബാർ ബി ബാർ സി പ്ലസ് എ ബാർ ബി സി ബാർ പ്ലസ് എ ബി ബാർ സി ബാർ പ്ലസ് എ ബി സി. ഇതിൽ കോമൺ ആയിട്ടുള്ള ടേംസ് ഒക്കെ പുറത്തെടുക്കാം. അതായത് സി ബാറിന് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എ ബാർ ബി പ്ലസ് എ ബി ബാർ പ്ലസ് സി കോമൺ ആയിട്ട് വരുന്നത് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എ ബി പ്ലസ് എ ബാർ ബി ബാർ. ഇവിടെ എ ബാർ ബി പ്ലസ് എ ബി ബാറിനെ നമുക്ക് എന്തായിട്ട് എഴുതാം, എ എക്സ് ഓർ ബി ആയിട്ട് എഴുതാം. സോ എ എക്സ് ഓർ ബി ഇൻറ്റു സി ബാർ. അതുപോലെ തന്നെ എ ബി പ്ലസ് എ ബാർ ബി ബാറിനെ നമുക്ക് എങ്ങനെ എഴുതാം, എ എക്സ് ഓർ ബി ദ ഹോൾ ബാർ ആയിട്ട് എഴുതാം. അതായത് ഡിറൈവ് ചെയ്ത് വരുമ്പോൾ ഒരു എക്സ് നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ആയിട്ടാണ് വരുന്നത്. എക്സ് നോർ ഗേറ്റ് എന്ന് പറയുന്നത് എന്താ, എ എക്സ് ഓർ ബി ദ ഹോൾ ബാർ ആണ്. സോ എ എക്സ് ഓർ ബി ദ ഹോൾ ബാർ ഇൻറ്റു സി. അപ്പോൾ ഇത് ഏതൊരു ഫോമിലായിട്ട് മാറിയിട്ടുണ്ട്, എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്ന ഫോമിലേക്ക് നമ്മുടെ ഇക്വേഷൻ മാറി അല്ലേ. എ എക്സ് ഓർ ബി, ഇവിടെ എ എക്സ് ഓർ ബിയുടെ കോംപ്ലിമെൻ്റ് ആണ്. അതുപോലെ ഇവിടെ സി ബാർ, ഇവിടെ സി ആണ്, അതായത് എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്ന ഫോമിലേക്ക് എത്തി. സോ കോമൺ ആയിട്ട് നമുക്ക് ഇതിന് എന്തായിട്ട് എഴുതാം, എ എക്സ് ഓർ ബി എക്സ് ഓർ സി എൻ. ഇപ്പോൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സി ഇൻ ഈക്വൽ ടു സി ആയിട്ടാണ് എടുത്തത്. സോ ഫൈനൽ എടുത്ത് എഴുതുന്ന സമയത്ത് സം ബിറ്റ് ഈക്വൽ ടു എ എക്സ് ഓർ ബി എക്സ് ഓർ സി എൻ. അതുപോലെ തന്നെ ക്യാരി ബിറ്റ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അതായത് നമുക്കറിയാം സി ഇൻ ഈക്വൽ ടു സി എന്ന് നമ്മൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം സി ഔട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ സി ഔട്ടിൻ്റെ എക്സ്പ്രഷൻ എല്ലാം നമ്മൾ എടുത്തെഴുതി. സോ അത് വരുന്നത് എ ബാർ ബി സി പ്ലസ് എ ബി ബാർ സി പ്ലസ് എ ബി സി ബാർ പ്ലസ് എ ബി സി ബാർ പ്ലസ് എ ബി സി. ഇനി ഇവിടെ കോമൺ ആയിട്ടുള്ള ടേംസ് എല്ലാം പുറത്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്, എ എക്സ് ഓർ ബി ഇൻറ്റു സി പ്ലസ് എ ബി ഇൻറ്റു സി പ്ലസ് സി ബാർ. അപ്പോൾ നമുക്കറിയാം സി പ്ലസ് സി ബാർ ഈക്വൽ ടു 1 ആണെന്ന് നമുക്കറിയാം. സോ നമ്മുടെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം, എ എക്സ് ഓർ ബി ഇൻറ്റു സി പ്ലസ് എ ബി, അതായത് എ എക്സ് ഓർ ബി ഇൻറ്റു സി എൻ പ്ലസ് എ ബി. അപ്പോൾ ഇവിടെ നമ്മൾ സമ്മിൻ്റെയും ക്യാരി ഔട്ടിൻ്റെയും എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചു, നമ്മൾ എഴുതി. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫുൾ ആർഡറിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ വരയ്ക്കണം. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാം. ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. 3 ഇൻപുട്ട് വരുന്നുണ്ട്, എ ബി സി എൻ. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തൊക്കെയാണ്, എസ് സി ഔട്ട്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസും ഈ സ്ലൈഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ലോജിക് സർക്യൂട്ട് വരുന്നതെന്ന് നോക്കാം. നമുക്കറിയാം സം എന്ന് പറയുന്നത് എന്താ, എ എക്സ് ഓർ ബി എക്സ് ഓർ സി ആണ് സം. നമുക്ക് ആദ്യം തന്നെ 3 ഇൻപുട്ട് വരണം, എ ബി സി എൻ. അപ്പോൾ അതിന് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, എക്സ് ഓർ ഗേറ്റിലേക്ക് കൊടുക്കുക. സോ ഈ ഒരു എക്സ് ഓർ ഗേറ്റിലേക്ക് കൊടുക്കുമ്പോൾ എ ബി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, എ എക്സ് ഓർ ബി. ഇനി നമുക്ക് എന്ത് വേണം, സീൻ കൂടി വേണം സബ്മിറ്റിന് വേണ്ടി. സോ അതിന് വേണ്ടി എക്സ്ട്രാ ഒരു എക്സ് ഓർ ഗേറ്റ് കൂടി വെക്കുക. ഈ ഔട്ട്പുട്ട് ഈ ഒരു എക്സ് ഓർ ഗേറ്റിന് ഇൻപുട്ടായിട്ട് കൊടുക്കുക. അതുപോലെ സീനും ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കുക. സോ സബ്മിറ്റായിട്ട് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, എ എക്സ് ഓർ ബി എക്സ് ഓർ സി എൻ. ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത്, ക്യാരി ബിറ്റിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, ലോജിക് സർക്യൂട്ട് എങ്ങനെയാണ് വരുന്നത് നോക്കാം. സോ ക്യാരി ബിറ്റ് എന്ന് പറയുന്നത് എന്താ, എ എക്സ് ഓർ ബി ഇൻറ്റു സി എൻ പ്ലസ് എ ബി ആണ് വരുന്നത്. അതായത് നമുക്കിവിടെ കിട്ടിയ ഔട്ട്പുട്ട് ഉണ്ടല്ലോ, എ എക്സ് ഓർ ബി, അതൊരു ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ സി എന്ന് പറയുന്ന ഇൻപുട്ടും ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, എ എക്സ് ഓർ ബി ഇൻറ്റു സി എൻ.
പ്ലസ് എ ബി, അതായത് എ ബി ഈ ഒരു ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടി ഒരു ഓർ ഗേറ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, എ എക്സ് ഓർ ബി സി ഇൻ പ്ലസ് എ ബി. അപ്പോൾ വളരെ സിമ്പിളാണ്. എന്താണ് ഫുൾ ആഡർ എന്ന് നമ്മൾ പഠിച്ചു, അതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് എക്സ്പ്രഷൻ വരുന്നത്, എങ്ങനെയാണ് ഒരു ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ലോജിക് സർക്യൂട്ട് എങ്ങനെയാണെന്ന് പഠിച്ചു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഹൗ വി ക്യാൻ ഇംപ്ലിമെൻറ്റ് എ ഫുൾ ആഡർ യൂസിങ് ഹാഫ് ആഡർ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണ്ടത് 2 കമ്പോണൻസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് 2 ഹാഫ് ആഡേഴ്സ് ആൻഡ് 1 OR ഗേറ്റ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അറിയാം, എസ് ബിറ്റ് എന്ന് പറയുന്നത് എന്താ, എ എക്സ് ഓർ ബി എക്സ് ഓർ സി എൻ ആണ് എസ് ബിറ്റ് എന്ന് പറയുന്നത്. സി ഔട്ട് എന്ന് പറയുന്നത് എ ബി പ്ലസ് എ എക്സ് ഓർ ബി ഇൻറ്റു സി എൻ. അപ്പോൾ 2 ഹാഫ് ആഡറാണ് നമ്മളിതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഹാഫ് ആഡറിലേക്ക് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് എ ബി. അപ്പോൾ നമുക്ക് എന്ത് ഔട്ട്പുട്ടായിട്ട് കിട്ടും, എ ബി അതുപോലെ തന്നെ എ എക്സ് ഓർ ബി. അപ്പോൾ നമുക്കറിയാം ഇവിടെ സം ബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് എന്താ, എ എക്സ് ഓർ ബി എക്സ് ഓർ സി. അതായത് നമുക്കിവിടെ ലഭിച്ച എ എക്സ് ഓർ ബിയോടൊപ്പം സിയും കൂടി എക്സ് ഓർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി വീണ്ടും ഒരു ഹാഫ് ആഡർ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, എ എക്സ് ഓർ ബി എക്സ് ഓർ സി എന്നാണ് സം ബിറ്റായിട്ട് കിട്ടുന്നത്. ഈസി അല്ലേ. ഇനി അടുത്തതായിട്ട് എന്താ വേണ്ടത്, നമുക്ക് ക്യാരി ബിറ്റും ഇതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ക്യാരി ബിറ്റ് നമുക്കറിയാം എ ബി പ്ലസ് എ എക്സ് ഓർ ബി ഇൻറ്റു സി എൻ ആണ് അതിൻ്റെ ക്യാരി ബിറ്റ് എന്ന് പറയുന്നത്. ഈ ക്യാരി ബിറ്റ് എന്ത് ചെയ്യുന്നു, ഒരു ഓർ ഗേറ്റിലേക്ക് കൊടുക്കുന്നു. സോ ഫൈനൽ ഔട്ട്പുട്ട് എന്താ, എ ബി പ്ലസ് ഇവിടെ വരുന്ന എ എക്സ് ഓർ ബി ഇൻറ്റു സി എൻ. ഇതെങ്ങനെയാണ് ഒരു ഫുൾ ആഡർ 2 ഹാഫ് ആഡേഴ്സ് യൂസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കിംഗ് നമ്മൾ നമ്മുടെ PPT കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഹാഫ് ആഡർ എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങളത് വായിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. താങ്ക്